ഹായ്, അവന്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അവിയലിന് ആവശ്യമായ വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കുന്നത്. ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കി നമുക്ക് അടുപ്പിൽ വെക്കാം. അടുപ്പിലോട്ട് വെച്ചു. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിത് വേവാൻ വെച്ചു. ആ സമയത്ത് ഇതിനുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 സ്പൂൺ ജീരകം, ഒരു 6 ചെറിയ ഉള്ളി, അതിനോടൊപ്പം കറിവേപ്പില, ഉപ്പ്, ബാക്കി വന്ന മഞ്ഞൾപ്പൊടി. വെജിറ്റബിൾസിനകത്തിൽ മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, അതിൽ മുളകിടുന്നു. 1 മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അവിയലിനുള്ള തേങ്ങ അരച്ച് ഇവിടെ വെച്ചിരിക്കുന്നു. അവിയലിനുള്ള വെജിറ്റബിൾസ് വേവ് കറക്റ്റ് ആയോന്ന് നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിനകത്തിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് 2 സ്പൂൺ തൈര്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. 2 മിനിറ്റ് ഞാൻ ഒന്ന് ആവി ഇതിലേക്ക് കയറ്റിയതാണ്. തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കൂടി മിക്സ് ചെയ്തു. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. അതിനോടൊപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും കുഴഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല കിടക്കുക. ചിലർക്ക് വളരെ കുഴഞ്ഞ അവിയൽ അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ നിങ്ങൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതൊരു സെർവിങ് ബൗളിലേക്ക് അവിയൽ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നതുവരെ ബായ്.